ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തിക മരിച്ചിട്ടില്ലെന്ന സത്യം പുറത്തു വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഷാനിലിങ്ങനെ വളരെ ടെൻഷനിലാണ്. ഈശ്വര, എനിക്കൊരു വഴിത്തിരിവ് കാണിച്ചു തരണേ, എൻ്റെ വിഷ്ണുവേട്ടനെ പുറത്തിറക്കാൻ എന്താണ് വഴി ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്താണ് കേട്ടോ, താൻ യാത്രയാവുന്ന സമയത്താണ് തനിക്ക് ആ ഫോൺ കോൾ എത്തുന്നത്. അങ്ങനെ ഷാലിനി ആ ഫോൺ എടുക്കുകയാണ്. അത് ആ ഒരു ഫോറൻസിയിൽ നിൽക്കുന്ന ആ ഒരു പോലീസുകാരനായിരിക്കും കേട്ടോ. അയാൾ ആ ഫോറൻസി റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് പറയാനാണ് മാം ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കണം കേട്ടോ. ഏകദേശം ഒരു 22 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഷാലിനി ആകെ ടെൻഷനാവാണ്. ഈശ്വര, എന്താണ് ഇവിടെ ചെയ്യുക? കാർത്തികയുടെ അതേ സെയിം പ്രായമുള്ള ഒരു 22 വയസ്സുകാരിയോ? അപ്പോൾ ആരായിരിക്കും അത് കാർത്തിക തന്നെ ആയിരിക്കുമോ എന്ന ആ ഒരു ചിന്ത ഷാലിനിക്കുള്ളിൽ കയറുന്നുണ്ട്. അങ്ങനെ ഷാലിനി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അനുപല്ലവി സമാധാനിപ്പിക്കുന്നത്. മാഡം, എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഈശ്വരനെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാതിരിക്കില്ല എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ ഷാലിനി കലക്ട്രേറ്റിലോട്ട് കയറുകയാണ്. അങ്ങനെ കലക്ട്രേറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാളിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഒരു പേപ്പറുമായി പിടിച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അയാളോട് പറയുന്നുണ്ട്, ഇപ്പോൾ മാഡത്തിനെ കാണാൻ പറ്റില്ല, 10 മിനിറ്റ്, മാഡം അത്രയും ടെൻഷനിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഷാലിനി അനുപല്ലവിയെ വിളിക്കുകയാണ്. അയാൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറയുന്നത്, എന്തായാലും അയാളെ കടത്തി വിടുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അയാൾ കരഞ്ഞും കൊണ്ട് അയാൾ വരികയാണ്. എന്നിട്ട് പറയാണ്, അതെ, എൻ്റെ മകൾക്ക് 10-22 വയസ്സാണ്, പക്ഷേ അവൾ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് അവളുടെ ഡെഡ് ബോഡി കിട്ടിയത്. അത് പിന്നീട് ആ ACP ചന്ദ്രബോസ് ഉണ്ടല്ലോ, അയാൾ എന്തൊക്കെയാണ് തിരിമറി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള ആ പരാതികളായിരിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഷാലിനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടോ. അങ്ങനെ ഷാലിനിക്ക് തന്നെ മനസ്സിലാവണം, ശരി തന്നെ എന്നുള്ള ആ ഒരു ചിന്താഗതി ഷാലിനിക്കുള്ളിൽ വരികയുണ്ട്. അപ്പോൾ അയാളുടെ പരാതിയൊക്കെ കേൾക്കാണ്. ACP ചന്ദ്രബോസാണ് ഇതിന് പിറകിൽ കളിച്ചിരിക്കുന്നത്. എൻ്റെ മകളുടെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതിന് ശേഷം പിന്നീട് ഹോസ്പിറ്റലുകാരും ഈ ACP ചന്ദ്രബോസും കൂടി എന്തൊക്കെയോ എൻ്റെ കുഞ്ഞിനെ കാട്ടിക്കൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവളുടെ ശരീരം ഞങ്ങൾക്ക് മുന്നിൽ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ആ വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളോട് ശരി, ഞാൻ അന്വേഷിച്ചിട്ട് വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് ഷാലിനി കുറേ നേരം ഇങ്ങനെ ചിന്തിക്കാനായിട്ടാവും. അപ്പോൾ കടന്നു വരികയാണ് ഷാലിനിക്കുള്ളിൽ. യെസ്, കാർത്തിക മരിച്ചിട്ടില്ല, കാർത്തിക ഒരിക്കലും മരിക്കില്ല, കാർത്തികയെ ഇവിടെ മിസ്സിങ് ആക്കുക എന്നുള്ളത് ലക്ഷ്യം ഈ മധുശ്രീയാണ്. മധുശ്രീ മാത്രമല്ല, ഇതിന് പിറകിൽ സുസ്മിതയും കളിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ട്. കാരണം സുസ്മിതയെ ഇടയ്ക്ക് വെച്ച് കാണിച്ചത് നിങ്ങൾ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പ്രൊമോയിലാണ് കാണിച്ചത്. സുസ്മിത ജയിലറക്കുള്ളിൽ ഇരുന്ന് കരുക്കൾ നീക്കായിരിക്കൂട്ട. അങ്ങനെ ഈ ഒരു ചിന്താഗതി ഷാനിക്കുള്ളിൽ കയറാണ്. ഇതിൻ്റെ പിറകിൽ കളിച്ചത് അതെ അവൾ തന്നെ, സുസ്മിത തന്നെ. സുസ്മിതയും മധുശ്രീയും കൂടി കളിച്ചതാണ്. ACP ചന്ദ്രബോസ് അതിനുള്ള വല വിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ടോ. അങ്ങനെ ഇനി എന്താണ് ഈശ്വര വഴി? എൻ്റെ വിഷ്ണുവേട്ടനെ പുറത്ത് ഇറക്കാൻ എനിക്ക് എന്താ വഴി? കാർത്തിക മരിച്ചിട്ടില്ലെങ്കിൽ കാർത്തിക എവിടെ എന്ന് ഷാലിനി ചോദിക്കുമ്പോൾ കാർത്തികയെ കാണിക്കാനായിട്ട് കാർത്തികയെ ആ കല്യാണ വേഷത്തിൽ കുറേ ഗുണ്ടകൾ, അന്ന് അവിടെ കൂടിയിരിക്കുന്ന ഗുണ്ടകൾ ചാക്കിലാക്കി കൊണ്ടുപോകല്ലേ. അതിനുശേഷം പിന്നീട് കാർത്തികയെ അവർ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ. ഒരു ഗോഡൗണിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക ഇങ്ങനെ ബോധത്തിലോട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് കാർത്തിക പറയണേ, എന്തിനാണ് നിങ്ങൾ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? ഒത്തിരി ദിവസമായല്ലോ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്തിനു വേണ്ടി? നിങ്ങളുടെ പ്രതികാരം എന്തിന്? എനിക്ക് ഷാലിനിയെ കാണണം, എനിക്ക് ഷാലിനിയെ കാണാനുള്ള ആ ഏർപ്പാട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഷാലിനിക്കൊന്ന് ഫോൺ കോൾ ചെയ്യാനുള്ള ആ ഏർപ്പാട് നിങ്ങൾക്കൊന്ന് ചെയ്തു തന്നൂടെ? എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ആര് പറഞ്ഞിട്ടാണ് നിങ്ങളെന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തികയെ കാണിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരുന്നത്. അങ്ങനെ കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് ഷാലിനിയെ കാണണം, എൻ്റെ സത്യാവസ്ഥ എനിക്ക് പുറത്ത് പറയണം, ഇനിയെങ്കിലും ആ പെൺകുട്ടിയോട് ഞാൻ ഈ ക്രൂരത ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇനി എൻ്റെ തെറ്റ് തിരുത്തണം, ഒരിക്കലും എന്നെ നിങ്ങളിങ്ങനെ കെട്ടിയിടല്ലേ, എന്നെ അഴിച്ചുവിട്, ധൈര്യം ഉണ്ടെങ്കിൽ അഴിച്ചുവിടടാ, ധൈര്യമുണ്ടെങ്കിൽ അഴിച്ചുവിട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ കാർത്തികയ്ക്ക് കൈവിരൽ പോലും അനക്കാൻ പറ്റില്ല, അത്രയും കാർത്തികയെ ഒരു സ്റ്റെയറിലിട്ട് കെട്ടിയിരിക്കുകയാണ്. ഗുണ്ടകളെല്ലാം ഇത് നോക്കി നിൽക്കുക എന്നല്ലാതെ അവർ അഴിച്ചു കൊടുക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഷാലിനിയാണ് കാണിക്കുന്നത്. യെസ്, ഷാലിനിക്ക് മുന്നിൽ ഒരു വഴി തുറന്നിരിക്കുന്നു. അതെ, അവൻ തന്നെ ജഗദീപ്. ജഗദീപിനെ വിളിക്കുകയാണ്. ഏറ്റവും നല്ല മാർഗം. ജഗദീപ് വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു വഴിത്തിരിവുണ്ടാവും. സുസ്മിതയുടെ വലങ്കയും അതുപോലെ തന്നെ ഈ പറയുന്ന മധുശ്രീയുടെ മുന്നിലെത്താനും ജഗദീപ് തന്നെയാണ് മാർഗം. ജഗദീപിലൂടെ മധുശ്രീയിലൂടെ കാർത്തികയെ കണ്ടെത്താമെന്ന ആ തീരുമാനം ഷാലിനി എടുക്കണം കേട്ടോ. പിന്നീട് ജഗദീപിന് വിളിച്ചതിന് ശേഷം ജഗദീപാണെങ്കിൽ ആകെ ടെൻഷനിലായിരിക്കും. സുസ്മിത ജയിലിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയതുപോലെ ഒരു
ഒരു വേലത്തരവ് എനിക്ക് നടക്കുന്നില്ലല്ലോ, എൻ്റെ കയ്യിലൊന്നും തടയുന്നില്ലല്ലോ, വല്ലാത്ത കഷ്ടമാണ്. അവൾ എന്ന് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിട്ട് പാരപണിയുന്ന ആ ആനന്ദമുണ്ടല്ലോ, അത് പ്രത്യേക സുഖമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അങ്ങനെ അത് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ശാലിനിയാണല്ലോ. എന്തിനാ മാഡം ഇപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഭാവത്തിൽ ജഗദീപ് ഫോൺ എടുക്കാൻ കേട്ടോ. അങ്ങനെ ശാലിനി പറയണേ, ജഗദീപ് നീ ഇപ്പോൾ എവിടെ? ഞാനെന്താ ആ പഴയ വീട്ടിൽ തന്നെ. അപ്പോൾ സുസ്മിതയുടെ വിവരം എന്താ? അവൾ ജയിലറക്കുള്ളിലല്ലേ, അവൾ അവിടെ ഇരുന്ന് അഴി എണ്ണുന്നുണ്ട് എന്ന് പറയണ കേട്ടോ. എന്നാൽ ഈ സമയം ജഗദീപ് നിൻ്റെ ഒരു സഹായം എനിക്ക് വേണം. മാഡം എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് ഞാൻ പറയില്ല. വിഷ്ണുവിൻ്റെ കാര്യമൊക്കെ നീ അറിഞ്ഞില്ലേ? വിഷ്ണുവേട്ടനെ അറിഞ്ഞു, അതിനിപ്പോൾ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തീർച്ചയായും ഒരു വഴിയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, മധുഷയെ നീ കാണാറുണ്ടോ? അവളാണ് ഇതിനെല്ലാം കുരുക്ക് വെച്ചിരിക്കുന്നത്, CI ചന്ദ്രബോസിൻ്റെ. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അവളുണ്ടായിരുന്നെങ്കിൽ അവളുടെ വായിൽ നിന്ന് ഓരോ മണ്ടത്തരങ്ങൾ വീഴുന്നത് കേട്ട് എനിക്ക് മാഡത്തിന് പറഞ്ഞു തരാമായിരുന്നു. പക്ഷെ അതിനും കഴിയാത്തൊരവസ്ഥയായി പോയില്ലേ എന്നിങ്ങനെ പറയാനേട്ടാ. എന്നാൽ നീ ഞാൻ പറയുന്നത് പോലെ കേൾക്ക്. മധുഷയെ നീ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണുന്ന വിധത്തിൽ അവൾ എവിടെയെന്ന് അറിയുന്ന ആ സ്ഥലത്തോട്ട് നീ പോകണമെന്ന് പറയട്ടോ. എന്നിട്ട് മേഡം ഞാനെന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കില്ല. പിന്നീട് ശരി മാഡം ഞാൻ ഏറ്റു, ഇത് എപ്പോൾ പൊളിച്ചു തരുന്നത് ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ജഗദീപ് പോകുന്നത് ഇങ്ങനെ മധുഷി നിൽക്കുന്ന ഒരു ഏരിയയിലായിട്ടായിരിക്കോട്ടോ. ഈ പണ്ടാറത്തിനെ കാണാനില്ലല്ലോ, ഇത് എവിടെ പോയിക്കോ ഈ മാരണം എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് പറയുന്ന സമയത്താണ് കേട്ടോ മധുഷി ഇങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന കേട്ടോ. അങ്ങനെ മധുഷിയെ കാണുന്നതിനോടുകൂടി ജഗദീപ് തൻ്റെ നാടകം തുടരാൻ ജഗദീപ് തിരിഞ്ഞു നിന്നിട്ട്, എന്താ മേഡം പറഞ്ഞത്? കാർത്തിക മരിച്ചിട്ടില്ലെന്നോ? ശാലിനി മേഡം എന്താ ഈ പറയുന്നത്? ഇല്ല, മരിച്ചിട്ടില്ല, ഞാൻ കണ്ടു കാർത്തികയെ. എവിടെ വെച്ചാൽ കണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതങ്ങ് മധുഷി കേൾക്കാണ്ട്. മധുഷി കേൾക്കുന്നതിനോടുകൂടി ഈശ്വര ഇവനെന്താ ഈ പറയുന്നതെന്ന ഭാവത്തിൽ മധുഷി ഒളിഞ്ഞു നിന്ന് ജഗദീപിൻ്റെ സംസാരം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ജഗദീപ് ആണെങ്കിൽ ഇടങ്ങണ്ണിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട്, എന്തായാലും അത് തുടരാം. മാഡം എവിടെ പറഞ്ഞു? ശാലിനി മേഡം എവിടെ പറഞ്ഞത്? ഞാൻ വരാം പെട്ടെന്ന് ആ വണ്ടിയിലോട്ട് കയറാം, മാഡം പറഞ്ഞ സ്ഥലത്തോട്ട് ഞാൻ എത്താൻ നോക്കാം എന്ന് പറയാം കേട്ടോ. ഇതേ സമയം മധുഷി ആകെ കിളി പോയിരിക്കുകയാണ്. മധുഷി ഈശ്വര പെട്ടല്ലോ, കാർത്തികയുള്ള സ്ഥലം ഇവരുമാർ കണ്ടെത്തിയോ? എന്നാൽ അത് പാടില്ല, എങ്ങനെയെങ്കിലും അത് തടയണം, തീർച്ചയായും എനിക്ക് അത് തടഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മധുഷി അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മധുഷി പോകുന്നുണ്ടെന്ന് കാണുമ്പോൾ ജഗദീപ് ആദ്യം ഒരു വണ്ടിയിലോട്ട് കയറിയതിന് ശേഷം പിന്നീട് കുറച്ചങ്ങ് അപ്പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. മധുഷിയെ ഫോളോ ചെയ്ത് ജഗദീപ് നിൽക്കുന്നുണ്ട്. പക്ഷേ മധുഷിയാണെങ്കിൽ കാർത്തികയെ കെട്ടിയിട്ടിരിക്കുന്ന ആ സ്ഥലത്തോട്ട് മധുഷി പോവുകയാണ്. അങ്ങനെ ശാലിനി അപ്പോഴേക്കും അവിടെ എത്തുന്നുണ്ട്. എന്തായി മാഡം, ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ, ഡൺ അല്ലേ എന്ന് ചോദിക്കും. ഡൺ എന്ന് പറയണേ. അങ്ങനെ മധുഷിയെ ഫോളോ ചെയ്ത് ഇനി ശാലിനിയും ഈ പറയുന്ന ജഗദീപും കൂടി പോകുന്ന ആ എപ്പിസോഡാണ് കേട്ടോ ഇന്ന് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത്. ഇവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറേശ്ശെ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കാർത്തികയെ ശാലിനി കയ്യിൽ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. സത്യഭാമയുടെ അഹങ്കാരത്തിനും കുറിച്ച് അറുതിയായിരിക്കുന്നു. ഇനിയാണ് കഥ അടിപൊളിയായി കാണുന്നത്. നമുക്കൊപ്പം വിഷ്ണു ശാലിനിയുടെ ആ ജീവിതം തുടങ്ങുന്ന ആ സീനിലോട്ടാണ് കേട്ടോ ഇനി കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിൽ ആരെങ്കിലും വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.